ഇതിൻ്റെ ഈ ജെല്ലിയാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായതുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തിൽ എത്രയും കഴിക്കാം. എന്താ പറയുന്നത് എനിക്കറിയില്ല, എന്താ മധുരം. ഓഫ് ഗായ്സ്, കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ റംബൂട്ടാൻ മരത്തിന്മേൽ പച്ചയിൽ ഭയങ്കരമായിട്ട് ഈ മഴത്ത് കൊഴിഞ്ഞ് വെക്കുന്നൊരു സ്റ്റോറി. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ പല ടിപ്സ് റീൽസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പച്ചയിലുള്ള റംബൂട്ടാൻ അച്ചാറിടുന്നതും അതുപോലെ ഇത് കൊഴിഞ്ഞ് വെക്കാതിരിക്കാനുള്ള കുറേ ടിപ്സൊക്കെ ആയിട്ട്. ഏതായാലും അതിൻ്റെ ഒരു അപ്ഡേഷൻ അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ആ വീഡിയോ ചെയ്യണത്. ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നല്ല ശക്തമായ മഴയും കാറ്റുമാണ്. അപ്പോൾ അതിൽ ഇത് കൊഴിഞ്ഞ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കൊഴിഞ്ഞ് വെക്കുന്നുണ്ട്. ഡെയിലി രാവിലെ കച്ചറയാണ്. വൈഫും ഉമ്മയും വൃത്തിയാക്കി മടുത്തിക്കണേ. പക്ഷേ ഇത്രയും നല്ല ഒരു മരം നമ്മളെങ്ങനെ വെട്ടി ഒഴിവാക്കുക? അത്രയും ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഏതായാലും അത് കൊഴിഞ്ഞ് വീകണ മുന്നേ തന്നെ കുറച്ച് മരത്തിന്മേന്ന് ഡയറക്റ്റ് കഴിക്കാൻ പോവാണ്. കാണിച്ചു തരാം. നോക്കാം, നമ്മളെ കൈ എത്തുന്ന ദൂരത്താണ്. അപ്പോൾ ഇത് നാടൻ റംബൂട്ടാനാട്ടാ. അത്ര തോനെ കൊഴിഞ്ഞാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ കായ്ക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. മേലെ കാണിച്ചു കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. ഫുള്ള് തത്തണ വന്നിട്ട് കൊത്തിയിടാണ്. കണ്ടില്ല നിങ്ങൾ? ഈ ഇളം പഴുപ്പിൽ തന്നെ കഴിച്ചാൽ നല്ല മധുരം പുളിയുള്ളൊരു സാധനം ഇട്ടത്. ജമോളെ എത്തുന്നതൊക്കെ പൊട്ടിച്ചോ. കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ഓഫീസ് കോളെ തിരക്കുണ്ട്. അപ്പോൾ ഏതായാലും കുറഞ്ഞ സമയം കൊണ്ട് അറുത്താണിത്. നല്ല പഴുത്തതുണ്ട്, ഇളം പഴുത്തതുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പഴം കഴിക്കണ മരങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും റിസ്ക് എടുത്തിട്ടാണെങ്കിലും അത് നിങ്ങൾ സംരക്ഷിക്കുക. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കണം നിങ്ങൾ. ഓൻ്റെ മോനെ നല്ല പഴുത്ത് വേറെ ലെവൽ ടേസ്റ്റാണ്. ഔ, അതിനാണ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ഈ മഴക്കാലം വരുമ്പോൾ നല്ല പഴുക്കണം എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യണം. റംബൂട്ടാൻ മരങ്ങളുള്ളവരൊക്കെ ചെറിയ പഴുപ്പാണെങ്കിൽ ഫുള്ള് പൊട്ടിച്ച് കഴിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം ജാബിർ UBS.